നാം ഒരിക്കലും ആർഭാടത്തിലൂടെ മതിമറന്നു പോകരുത്. അല്ലാഹു തആല നമുക്ക് നിഅ്മത്ത് ചെയ്താൽ ആ നിഅ്മത്തിന് നമ്മൾ നന്ദി ചെയ്യണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. നാം ഏത് ചെയ്താലും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. നാം നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും മറ്റ് ഇബാദത്തുകൾ നിർമ്മിക്കുന്നതും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നാം ഇനി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റിവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റേത് വിഷയം സംസാരിച്ചാലും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടിയല്ലാതെ നമുക്ക് സംസാരിക്കാൻ പാടില്ല. അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അഹങ്കാരത്തിന് നിലനിൽപ്പില്ല, കിബിറിന് നിലനിൽപ്പില്ല, ഗർവിന് നിലനിൽപ്പില്ല. വിനയത്തിനും സമാധാനത്തിനും സഹിഷ്ണുതക്കും മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നാം എപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ട് സമാധാനത്തിലും സഹിഷ്ണുതയിലും ആയി ജീവിക്കണം. നാം ഒരിക്കലും അഹങ്കരിക്കുകയോ ആഹ്ലാദം അമിതമായി പോവുകയോ ചെയ്യാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ചില തലങ്ങളിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ വിജയം വന്നപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി. എന്താണതിൻ്റെ ഗൗരവം ചിന്തിച്ചു നോക്കുമ്പോൾ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോവുകയും വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി പോവുകയും ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാലം ഇത് തന്നെയാണോ എന്ന് ചിന്തിക്കുകയാണ്. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ, മുതഅല്ലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ കാഫിറായി മുർത്തദായി പോകുമെന്ന് രിദ്ദത്തിന്റെ കിതാബിൽ, ചെറിയ കിതാബുകളിൽ വരെ നാം പഠിച്ചിട്ടില്ലേ? അതെല്ലാം മറന്നുകൊണ്ട് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി തുണിയുടുത്തതുപോലും ഓർമ്മയില്ല, ഉടുത്തിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ലാതെ റോട്ടിന്റെ നടുവിലൂടെ തുള്ളി നടന്നുകൊണ്ട് ആലിമീങ്ങളെയും അഹ്ലു ബൈത്തിനെയും സയ്യിദുമാരെയും നിരപരാധികളെയും ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബുദ്ധിയുള്ള ആളുകൾ അതല്ല ചെയ്യേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുക, അതാണ് നാം ചെയ്യേണ്ടത്. അതിവിടെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നതും തീർച്ചയാണ്. ഏതായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിദ്അത്തിന്റെ ആളുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടരുമായി നമുക്ക് ബന്ധപ്പെട്ടുകൂടാ. നിങ്ങൾ നോക്കൂ, നേരത്തെ പുറ്റമ്പാറ സൂചിപ്പിച്ചു, അതുപോലെ അതിന് മുമ്പും സൂചിപ്പിച്ചു. ഇവിടുത്തെ ചില നേതാക്കളും രാഷ്ട്രീയക്കാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ആ ഭിന്നിപ്പിനെ ഊതിവീർപ്പിക്കാനും അത് വലുതാക്കാനും ശ്രമിച്ചു. അതേ സമയത്ത് മുജാഹിദുകൾ ഭിന്നിച്ചപ്പോൾ ഒരു മാസക്കാലം ആ മുജാഹിദുകളെ യോജിപ്പിക്കാൻ ഉത്സാഹിച്ചു, മധ്യസ്ഥം വഹിച്ചു, സംസാരിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. സുന്നികൾ ഭിന്നിച്ചു എന്ന് പറഞ്ഞിട്ട് സുന്നികളെ കളിയാക്കി ചീത്ത പറഞ്ഞ് നടക്കുന്ന മുജാഹിദും അങ്ങ് ഭിന്നിച്ചപ്പോ അത് നന്നാക്കാൻ ഇവർ പരിശ്രമിച്ചു. കഴിഞ്ഞില്ല. കഴിയാതെ വന്നപ്പോ എന്താ ചെയ്തത്? എറണാകുളത്ത് ഒരു കൂട്ടരി യോഗം നടത്തി, കോഴിക്കോട്ട് മറ്റേ കൂട്ടരി യോഗം നടത്തി. രണ്ടും ഒരു ദിവസം ആകാതിരിക്കാൻ ഇവർ നിർബന്ധിച്ചു. 2 ദിവസം നടത്തി. 2 യോഗത്തിലും തുല്യമായ നിലക്ക് പോയി ഇരുന്നു കൊടുക്കുകയും പ്രസംഗിക്കുകയും മുജാഹിദുകളുടെ കരങ്ങളെ, വഹാബികളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മളെ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? നമ്മളാണോ ഇതിന് ഉത്തരവാദി? ഒരിക്കലും നമ്മളല്ല.
നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആശയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ വളരണം. ബിദ്അഈ പ്രസ്ഥാനക്കാർ എന്തൊക്കെയാണ് അവരിവിടെ ചെയ്തു കൂട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വരെ അവരെന്തൊക്കെയാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്? നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ഹുനൈൻ യുദ്ധത്തിൽ വച്ച് കിട്ടിയ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുമ്പോൾ അതാ ഈ വഹാബികളുടെയും മൗദൂദികളുടെയും വലിയ ഉപ്പാപ്പയായ മനുഷ്യൻ ദുൽ ഖുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആൾ, ആ മനുഷ്യന്റെ 22ാമത്തെ മകനാണ് ഇവിടുത്തെ വഹാബികളുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ്. അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളാണ് അബുൽ അലാ മൗദൂദിയും. ഇവൻ വന്നിട്ട് എന്താ പറയുന്നത്? ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി ചെയ്യണം കേട്ടോ. നിനക്കിഷ്ടമുള്ളവർക്ക് അധികം കൊടുക്കുക, അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുക, അങ്ങനെ ഓഹരി ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് വളരെ വിനയമുള്ള ആളല്ലേ. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. എടോ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യാനുള്ളത്? ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഞാൻ നീതി ചെയ്യില്ലെങ്കിൽ ആരാണ് പിന്നെ ഉള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് പറയുന്നു, നബിയേ ഇദൻ ലി യാ റസൂലല്ലാഹ് അഖ്തുൽ ഹാദൽ മുനാഫിഖ, ഈ കപടവിശ്വാസിയെ കഥ കഴിച്ചു കളയട്ടെ, ഞാൻ അവരെ കൊന്നു കളയട്ടെയോ? തങ്ങൾ എനിക്ക് സമ്മതം തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ലാ ലാ, കൊല്ലാൻ പാടില്ല. പടച്ചോനെ, അന്നെങ്ങാനും കൊല്ലാൻ ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ പിന്നെ കൊല്ലൽ തന്നെയായി. അതുകൊണ്ട് കൊല്ലാൻ പാടില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഇന്നഹു യഖ്റുജു മിൻ ദി ഹാദാ അഖ്വാമുൻ യഖറഊനൽ ഖുർആന വലാ യുജാവിസു തറാഖിയഹും വയതകല്ലമൂന ബിഖൈരി കലാമിൻ നാസ് യംറുഖൂന മിനദ്ദീനി മുറൂഖസ് സഹ്മി മിനർ റമിയ്യ. ഇവന്റെ പരമ്പരയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരും, അവർ ഖുർആൻ ധാരാളമായി ഓതും. നിങ്ങൾ കേട്ടില്ലേ, ഇവിടുത്തെ മുജാഹിദ് അരമണിക്കൂർ പ്രസംഗിച്ചാൽ വേണമെങ്കിൽ 88 ആയത്തോതും. ആയത്തും പറയുന്ന വിഷയമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. ആയത്തിന്റെ നമ്പറും പേജും പറയും. ഖുൽ ഹുവല്ലാഹു അഹദ് 38 313. ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ആയത്തിന്റെ പേടിച്ചുകൊണ്ടാ തെറ്റിപ്പോണ്ടാന്ന് പറഞ്ഞിട്ട് നമ്പറും പേജും ഒക്കെ പറയും. ബന്ധമുണ്ടാവില്ല, വിഷയവുമായി ഒരു ബന്ധമുണ്ടാവില്ല. അങ്ങനെ കുറെ ആയത്തുകൾ ഓതും. ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് അത് കടക്കൂല, അതുമായി ബന്ധമില്ല. വയതകല്ലമൂന ബിഖൈരി കലാമിൻ നാസ്, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് തുടങ്ങി നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ പറയും. പക്ഷേ യംറുഖൂന മിനദ്ദീനി, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകും. മുറൂഖസ് സഹ്മി മിനർ റബിയ്യത്തി, ഒരു വേട്ടമൃഗത്തിലേക്ക് നല്ല മൂർച്ചയുള്ള സ്പീഡുള്ള അമ്പ് ചെന്ന് തറച്ചാൽ ആ വേട്ടമൃഗത്തിൽ നിൽക്കാതെ അവിടെ നിന്നും അപ്പുറത്ത് പോകുന്നത് പോലെ ആ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും. ഉമറേ, ആ പാർട്ടിയാണ് ഇവിടെ വരാനുള്ളത്. സഹോദരങ്ങളെ, അവന്റെ 22ാമത്തെ മകനായിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഇവിടെ വന്നത്. ആ മനുഷ്യൻ തന്നെയല്ലേ മദീന മുനവ്വറയിൽ ചെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളോട് മുഴുവനും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഫഇന്ന മുഹമ്മദൻ عصاي هذا خير من محمد فإنه قد مات وابتلى واتصل بالأرض.
കയ്യിൽ പിടിക്കുന്ന ഒരു വടി, ആ വടി കാണിച്ചുകൊണ്ട് പറയുന്നു, ഈ വടിയാണ് ഈ ശവകുടീരത്തിൽ കിടക്കുന്ന മുഹമ്മദിനേക്കാൾ ഖൈറായത്, എൻ്റെ കയ്യിലുള്ള വടിയാണ്. ഈ വടി കൊണ്ട് എനിക്ക് ആട്ടിനെ മേക്കാൻ കഴിയും, ഈ വടി കൊണ്ട് എനിക്ക് കള്ളന്മാരെ തടുക്കാൻ കഴിയും, ഈ വടി കൊണ്ട് വീഴാൻ പോകുമ്പോൾ കുത്തിപ്പിടിക്കാൻ കഴിയും. അങ്ങനെ പല ഉപകാരങ്ങളും ഇതുണ്ട്. മുഹമ്മദ് ആവട്ടെ മരിച്ച് ചാമ്പലായി മണ്ണായി ദ്രവിച്ചു പോയിരിക്കുന്നു, ആ മുഹമ്മദിനെ കൊണ്ട് എനിക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. അള്ളാഹുവിന്റെ ഹബീബ് നശിച്ചു പോയിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഖബറിന്റെ ഉള്ളിൽ ഹയാത്തോടുകൂടി നിൽക്കുന്നു. ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ കൂടെ തന്നെയുണ്ട്. വേറെ ആയത്തിൽ കാണാം, ഖുൽബലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അമൽ ചെയ്യുക, ഫസയറല്ലാഹ് തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട്. വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സ്വലാത്ത് ദക്റിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ചെല്ലുന്ന സ്വലാത്തും ഇവിടുന്ന് സാധുവായ ഫഖീറായ ഞാൻ പറയുന്ന ഉപദേശവും ഞാൻ ഓതുന്ന ആയത്തും ഹദീസും ഈ പറയുന്ന പ്രസംഗവുമെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് കാണുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് അറിയുന്നുണ്ട് കേട്ടോ.